അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാത്തുകാത്തിരുന്ന മുഹറം 10 രാവിലേക്കും പകലിലേക്കും ഒക്കെ നമ്മൾ കടന്നു ചെല്ലുകയാണല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് നമുക്കൊരു തൗഫീക്ക് തന്നല്ലോ. മനസ്സറിഞ്ഞ് ആദ്യം തന്നെ പടച്ച തമ്പുരാൻ ഒരു സ്തുതി പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ലാത്തൊരു സൗഭാഗ്യമാണ് അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അമ്പിയാക്കളെ പരീക്ഷണത്തിൽ നിന്ന് കൈപിടിച്ച, ലോകത്തൊരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ച, അല്ലാഹു ഏറെ ബഹുമാനിച്ച മുഹറം 10 രാവിലും അതുപോലെ വരാനിരിക്കുന്ന പകലിലും ഒക്കെ ഇതുപോലെ മജ്ലിസുകളിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യാന്ന് പറയുന്നത് വല്ലാത്ത മഹാഭാഗ്യാണ്. ഇതെല്ലാവർക്കും കിട്ടൂലെന്നേ. ഇങ്ങനൊരു മജ്ലിസിൽ ഇരിക്കാനുള്ള തൗഫീഖൊന്നും ഭാഗ്യമില്ലാത്തവർക്ക് കിട്ടൂല, ബിദ്അത്തുകാർക്ക് കിട്ടൂല, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കേ കിട്ടുള്ളൂ. അപ്പൊ കൽബിലൊന്ന് ചിരിച്ചേ, എന്നെ എന്റെ റബ്ബിന് ഇഷ്ടാണ്, ഞാൻ ഈ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഒരിക്കൽ കൂടെ അൽഹംദുലില്ലാ പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ദിക്റുകൾ. ബാക്കി നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദിക്റുകളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ന് അത്യാവശ്യമായി നമ്മൾ ചൊല്ലേണ്ട അതിപ്രധാനമായ കുറച്ച് ദിക്റുകൾ ചൊല്ലി അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് നമുക്ക് കൈ ഉയർത്തണം. നമ്മുടെ സങ്കടങ്ങൾ അവൻ മാറ്റിത്തരുമെന്നേ, നമ്മുടെ പ്രയാസങ്ങൾ അവൻ നീക്കിത്തരും. എല്ലാ വിഷമതകളും റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഉറപ്പായി നീക്കിത്തരും. ഹാപ്പി ആയിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോഴേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയ ഒരു ദിക്റുണ്ട്. ഏതാണത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ റബ്ബ് മതി. ഏത് പ്രതിസന്ധിയിൽ കിടക്കുമ്പോഴും ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോവില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ നീ തരല്ലേ അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതി തരല്ലേ അല്ലാ. അല്ലെ, വല്ലാത്തൊരു ഗതികേടാണത്. അങ്ങനെയുള്ളൊരു അവസ്ഥ തരല്ലേ അല്ലാ. ഏത് പ്രയാസത്തിൽ മുങ്ങിത്താഴുമ്പോഴും, എത്ര വലിയ തീക്കുണ്ടാരത്തിന്റെ അകത്ത് നിങ്ങൾ പെട്ടുകിടക്കുമ്പോഴും, മുഹറം 10 മുഹറം 10 രാവാണ്, ആശുറയുടെ രാവാണ്, രക്ഷയുടെ രാവാണ്. നഷ്ടപ്പെടുത്തി കളയല്ലേ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ആ മനോഹരമായ ദിക്ർ 70 തവണ ആണ് ഇതിന്റെ കണക്ക്. 70 തവണ ആ ദിക്ർ ചൊല്ലിയിട്ട് അതിനുശേഷം ഒരു അത്ഭുതം നിറഞ്ഞ ദുആ നമ്മൾ ഇന്ന് സ്വഭാവലേറിൽ പഠിച്ചിരുന്നു അല്ലേ. ആ ദുആ കൂടെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം നമ്മൾ മരിക്കൂല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അല്ല, ഈ കൊല്ലം ഹൃദയം മരിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാലും മതി, ഈമാനുള്ള ടെൻഷൻ ഇല്ലാത്ത കൽബ് കിട്ടിയാൽ അതിലപ്പുറം വലിയ സന്തോഷം എന്താ. 70 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റും ശേഷം ആ ദുആഉം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, 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 حسبي الله ونعم الوكيل، 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 حسبي الله ونعم الوكيل،
الوكيل حسبي الله ونعم 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 الوكيل بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم أجمعين والحمد لله رب العالمين കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ ഈ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ ദുആകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ഒരു വർഷം ഞങ്ങൾക്ക് സമാധാനം നിലനിർത്തണേ അല്ലാ സന്തോഷം തരണേ അല്ലാ ഏത് പ്രതിസന്ധിയിലാണോ ഞങ്ങൾ പെട്ടു നിൽക്കുന്നത് ആ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലേകണേ അല്ലാ നീ കൈവെടിയല്ലേ അല്ലാ നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ അശുറായിന്റെ പകലുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ ചൊല്ലേണ്ട ദിക്റാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഴക്കടലിൽ മുങ്ങിപ്പോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോയപ്പോ ചൊല്ലിയ രക്ഷയുടെ ദിക്ർ രക്ഷയുടെ ദിക്ർ അത് രക്ഷയുടെ ദിക്ർ തന്നെയാണ്. നിങ്ങൾ കടത്തിൽ മുങ്ങി നിൽക്കാണോ, കല്യാണം നടക്കാതിരിക്കാണോ, മക്കള് മോശമായി പോയോ, അങ്ങനെ എന്ത് ദ്വാമസ്യത്വം, മാരക രോഗം, ഡോക്ടർ ഇന്ന് മരിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടോ, മരിപ്പിക്കണോനൊക്കെ അല്ലല്ലേ, ജീവിപ്പിക്കുന്നവനല്ലേ അല്ലേ. മനസ്സറിഞ്ഞ് 40 തവണ, 40 അതിന്റെ കണക്കല്ലേ. ദുൽഹജ്ജ് 1 മത്സ്യം വിഴുങ്ങിയത് യൂനുസ് നബിയെ. മുഹറം 10 അവിടുന്ന് രക്ഷപ്പെട്ടത്, അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അപ്പൊ 40 അതിന്റെ കണക്ക്. ഇപ്പൊ നമ്മൾ 40 തവണ നല്ല നീയത്തിൽ, ഏത് പ്രശ്നത്തിലാണോ ഞാനുള്ളത് ആ പ്രശ്നത്തിൽ നിന്ന് ഈ മജ്ലിസോടുകൂടെ ഞാനങ്ങ് രക്ഷപ്പെട്ട് കിട്ടണം. ആ നീയത്തിൽ ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ആഴക്കടലിൽ നിന്നും മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ കരുണക്കടലായ നാഥാ, എത്ര വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളുള്ളതെങ്കിലും നീ ഞങ്ങളെ കൈപിടിക്കണേ തമ്പുരാനെ. ഖായിബാക്കല്ലയല്ലാ, നീ തട്ടിക്കളയല്ലയല്ലാ. ഈ രാവിൽ അനുഗ്രഹം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ രാവിലെ അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും പുറത്തു കൊടുക്കൂലേ? ഈ രാവും പകലും ഒക്കെ അള്ളാഹുവിൽ നിന്ന് തൗബ മേടിച്ചെടുക്കാനുള്ള ഏറ്റവും മനോഹരമായ നിമിഷങ്ങളല്ലേ? നമുക്കൊരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് പാപം പൊറുക്കുമെന്ന് മാത്രമല്ലല്ലോ, അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പത്ത് തരും, ദീർഘായുസ് തരും. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതിലപ്പുറം എന്താ വേണ്ടത്? അപ്പൊ എന്റെ പാപം എന്റെ റബ്ബ് പുറത്തു തരണം. അള്ളാഹ്ക്ക് അതിലും വലിയ ഇഷ്ടം വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അള്ളാഹ് പടച്ചു വിട്ടത് അവനറിയാനാണ്. പക്ഷെ നമ്മൾ അതിന് നിൽക്കാതെ എല്ലാ തോന്നിവാസത്തിന്റെയും പിന്നാലെ പോയി അള്ളാഹനെ മറന്നു. അപ്പൊ പഠിച്ചോൻ എനിക്ക് പുറത്തു തരണേന്ന് നമ്മൾ അള്ളാഹിനോട് പറയണതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറെന്താ ഉള്ളത്? ഇപ്പൊ മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം
അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം. യാ റബ്ബനാ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. കാവലേകണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഈ പരിശുദ്ധ രാവിലും പകലിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ വളരെ പ്രത്യേകത ഉള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുടുംബത്തിന് വിശാലത ചെയ്യണം. ഇന്ന് നല്ല ഭക്ഷണവും നല്ല ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കണം ഭാര്യക്കും മക്കൾക്കൊക്കെ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കണം. അവരെങ്ങനെ ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. കയ്യിലുള്ളത് മതി. ഇനി ഭക്ഷണം ഉണ്ടാക്കാനുള്ള പൈസ ഉള്ളെങ്കിൽ അത് മതി, അൽഹംദുലില്ലാഹ്. ഇനി കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യുക, ഇന്നത്തെ രാത്രി നാളത്തെ പകലും ഒക്കെ അല്ലേ. അതായത് ഇന്നത്തെ രാത്രി സ്വതക്ക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാളത്തെ പകൽ സ്വതക്ക ചെയ്യുമ്പോൾ ഒരു കൊല്ലം സ്വതക്ക ചെയ്ത കൂലിയാണ്. കഴിയുന്നവരൊക്കെ യതീമായൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്കൊക്കെ പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹ് പൂർത്തീകരിക്കട്ടെ. ആ പാവങ്ങളെ സഹായിച്ചതിൻ്റെ ബർക്കത്തുണ്ട് അല്ലാഹ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഏറ്റവും മനോഹരമായൊരവസ്ഥ തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന മജ്ലിസ് നാളെ വൈകിട്ട് 4:30 തിങ്കളാഴ്ച അസ്ർ നിസ്കാരം കഴിഞ്ഞ് 4:30. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവ ലെയറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് 5000 രൂപ സമ്മാനം നൽകും. അപ്പോൾ ആശൂറ ദിവസം അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് കൃത്യം 4:30 മണിക്ക്, ആ സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരമുള്ള സമയമാണ്. ആശൂറ വിട പറയുന്ന നിമിഷം. അപ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ അള്ളാഹുവിലേക്ക് കൈയുയർത്തേണ്ട നിമിഷമാണല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശാലമായി ബൈത്തൊക്കെ ചൊല്ലിയിട്ട് വരക്കാം. ഇന്ന് 2 വരി ബൈത്ത് മാത്രം ഒന്ന് ചൊല്ലിക്കേ. أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ സദസ്സ് സ്വീകരിക്കുന്നതിലും വളരെ പ്രാധാന്യമുള്ളത് സ്വലാത്ത് തന്നെയാണ് അല്ലേ. ഒരു 11 സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി اللهم صل على النور وأهله 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 اللهم صل على النور وأهله. ഇന്ന് നമ്മൾ ചൊല്ലിയ വളരെ പ്രാധാന്യമുള്ള കുറച്ച് ദിക്കറുകൾ അതിൻ്റെ അതനുസരിച്ച് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ദിക്കറിൻ്റെയും സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഈ രാവും നാളത്തെ പകലും അല്ലാഹ് നമുക്ക് അനുകൂലാക്കി തരട്ടെ. എന്ത് ലക്ഷ്യം, എന്ത് മുറാദാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ മുറാദുകളൊക്കെ അല്ലാഹ് ഹാസിലാക്കി തരട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വഭാവ ലെയർ കൃത്യം 6 മണിക്ക് എല്ലാവരും മുടങ്ങാതെ പങ്കെടുക്കണം. ഈ ചാനലിൽ തന്നെയാണ് സ്വഭാവ ലെയർ കേട്ടോ.
അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുക. അള്ളാഹു എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 5000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യമൊക്കെ നാളെ വൈകുന്നേരം 4:30 മണിക്ക് നടക്കുന്ന മജ്‌ലിസിലാണ്. അപ്പോൾ ഈ മജ്‌ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുടുംബക്കാരൊക്കെ ചൊല്ലട്ടെ, നമ്മുടെ വീട്ടിലും ചൊല്ലുക. ഇനി ഇതിൽ ഒതുങ്ങരുത്. ഇനി കഴിയുന്നത് പോലെ നന്മകളൊക്കെ ഇന്നത്തെ രാത്രി നാളത്തെ പകലൊക്കെ വീട്ടിൽ ചെയ്യുക, മനോഹരമാക്കി എടുക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക, ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുന്നവരങ്ങനെ, നാളെ ദുഹാ നിസ്കരിക്കണം. അങ്ങനെയൊക്കെ മനോഹരമാക്കി എടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കാം, കൽബറിഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്നെ കാണണമെന്നില്ലല്ലോ, ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് കൽബിൽ തട്ടിയിട്ട് ആമീൻ പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റഹ്മാനായ റഹീമായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. വേദനകളേറെയുണ്ട് അല്ലാഹ്, കൽബകം വിങ്ങുകയാണ് അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്കാരുമില്ല അല്ലാഹ്. നീ ഞങ്ങളുടെ ഉടമയാണല്ലോ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്. റബ്ബായ അല്ലാഹ്, നീ ഞങ്ങളെ കൈവെടിയല്ലേ റഹ്മാനെ. ഈ പുണ്യമായ രാത്രിയിൽ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇരുന്നതാണല്ലാ. എത്രയോ ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. കുറവാണെങ്കിലും ഞങ്ങളുടെ ഇഖ്ലാസിൽ ന്യൂനതകൾ ഉണ്ടെങ്കിലും പടച്ചവനെ നിന്റെ കാരുണ്യം എത്ര വലുതാണല്ലാ. നിന്റെ കരുണ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കരുണ നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ അല്ലാ. സമാധാനമില്ല റബ്ബേ, പലർക്കും സ്വസ്ഥതയില്ല അല്ലാ. എല്ലാവർക്കും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ സമാധാനം നൽകണേ അല്ലാ. സമാധാനമുള്ള ഖൽബ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. കുടുംബ പ്രശ്നങ്ങൾ ഓർത്ത്, മക്കളെ കുറിച്ചോർത്ത്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ചോർത്ത് ടെൻഷൻ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാ. അവരുടെ കണ്ണീർ തുടക്കണേ അല്ലാ. കൽബകം ക്ലീൻ ആക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കുടുംബത്തിൽ എത്രയോ ബുദ്ധിമുട്ടുകളാണ്. ഇണകളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങളുണ്ട്. യാ റബ്ബന, എല്ലാ സങ്കടങ്ങളും നീ അകറ്റി റാഹത്തായ കുടുംബ ജീവിതം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. എല്ലാത്തിലുമുപരി മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലേ അല്ലാ. പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് യാ റബ്ബന എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഉപ്പാനെ ചേർത്ത് പിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയാൽ ഞങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സലാം പറഞ്ഞ് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. നുസ്റ നൽകണേ അല്ലാ. നളറ നൽകണേ അല്ലാ. അതിരറ്റ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഹബീബിനെ പ്രണയിക്കാൻ, ഹബീബാൽ സ്നേഹിക്കപ്പെടാൻ ഈ പാവങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും സൗഭാഗ്യം നൽകണേ അല്ലാ. കനവിലെങ്കിലും എൻ്റെ
മുത്തിനെയൊന്ന് കാണാൻ, കനവിലെങ്കിലും എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ സൗഭാഗ്യം നൽകണേ അല്ലാ, നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഖൽബ് മുഴുവൻ ഹറാമുകളുടെ കൂമ്പാരമാ മുത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ, പലിശയുമായി ബന്ധപ്പെടേണ്ട അവസ്ഥകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കണ ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഹദിയ ചെയ്ത എത്രയെത്ര മനുഷ്യരാണ് റബ്ബേ. അവർ കയ്യിലുണ്ടായിട്ടല്ല പലരും തന്നിട്ടുള്ളത്, അവരുടെ കയ്യിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ, ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ, ഒരു നേരത്തന്നത്തിന് വകയില്ലാച്ചവരാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞ് തളർന്നു പോയ എത്രയോ സഹോദരങ്ങൾ, പല പല വാതിലുകൾ മുട്ടിയവരാ. അവസാനം ഈ ദുആഇന്റെ സദസ്സിൽ വന്നൊന്ന് കൈനീട്ടുകയാ നിന്നോട്. യാ റബ്ബനാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പല പല പ്രശ്നങ്ങളാണ് ഉസ്താദെ സ്കാനിങ്ങിൽ കണ്ടത്, സുഖപ്രസവത്തിന് സ്കോപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബനാ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സുഖപ്രസവം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് അല്ലാ സിസേറിയൻ ഉറപ്പായവരുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. എത്ര രോഗികളാണ് റബ്ബേ, ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ എന്നോണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പനി ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശരീരം മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞവർ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പടച്ചവനെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരികമായി പല പല പ്രയാസങ്ങൾ, പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നീ പടച്ചതാണല്ലോ അല്ലാ, നീ പടച്ചതാണല്ലോ അല്ലാ, നീ പടച്ചതാണല്ലോ അല്ലാ. ശിഫയാക്കാൻ നീയല്ലാതെ മറ്റാരാണ് അല്ലാ. ഷാഫിയായ റബ്ബേ, ആജിലും കാമിലുമായ ശമനം നൽകണേ അല്ലാ. തളർന്നു കിടക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ മാറി നിൽക്കുന്ന അവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഈമാനിന് ബലം കുറവാണല്ലാ, ഈമാൻ ഇസ്തിഖാമ നൽകണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ തമ്പുരാനേ, നിന്നെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു അല്ലാ. ന്യൂനതകളേറെയുണ്ടെങ്കിലും പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വീടില്ലാതെ ഓടി നടക്കുന്നവരുണ്ട്, ഹൈറായൊരു ഭവനം എളുപ്പമാക്കണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. കടം കയറി ഉസ്താദേ സമാധാനമില്ലെന്ന് പറഞ്ഞവർ, യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് കഅബം കാണാൻ ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളുടെ റൗളയുടെ ചാരച്ചെന്ന് നിന്നിട്ട് ഖൽബ് വിതുമ്പി എൻ്റെ ഹബീബിന് സലാം പറയാൻ, മുത്തായ തങ്ങളെ കാണാൻ അവിടുത്തെ ചാര അതവോടെ നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദി യാ സയ്യിദി യാ റസൂൽ
റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ വിളിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്. അല്ലാ അല്ലാ, ആരംഭപ്പൂവായ തങ്ങളുടെ നളറ ഖബറിൽ നൽകണേ അല്ലാ, ഖബറിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. യാ റബ്ബനാ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ഞങ്ങള് മഹ്ശറിൽ ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോ വിയർത്ത് മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ ഞങ്ങളെ പ്രസവിച്ച പൊന്നുമ്മാക്ക് പോലും ഞങ്ങളെ വേണ്ടാത്തൊരു നിമിഷമുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവള് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിമിഷം, മക്കളോട് കാരുണ്യം കാണിക്കപ്പെടാത്തൊരു നിമിഷം. പടച്ചവനെ, ഞങ്ങളോട് കാരുണ്യമുള്ളൊരു നേതാവുണ്ട്, ജീവന്റെ തുടിപ്പായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിളിയുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് ഞാനുണ്ട്, കരയല്ലേ 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 എന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ ആ പൂവദനമൊന്നിങ്ങനെ നോക്കിയിരിക്കാൻ, ഹബീബിന്റെ മുഖമൊന്ന് കൺകുളിർക്കെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. ഹബീബിന്റെ തിരുകരം കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകച്ചൊരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.